സുഹൃത്തുക്കളെ, ലാലേട്ടനാണ്, മോഹൻലാലാണ് മുഴുവൻ മുകളില് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യൂ നിൽക്കുന്നത്. ഞാനിതിനെ ഒറ്റ വാക്കിൽ പറയുക, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നാണ്. ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ജനാധിപത്യ സർക്കാരാണെങ്കിൽ അവിടെ എല്ലാവരും തുല്യരാണ്. അതിൽ മോഹൻലാൽ ഒരു വലിയ നടനാണ്, മമ്മൂട്ടി ഒരു വലിയ നടനാണ്, സുരേഷ് ഗോപി ഒരു വലിയ നടനാണ്, പിണറായി വിജയൻ ഒരു വലിയ നേതാവാണ്, ശിവൻകുട്ടി ഒരു വലിയ നേതാവാണ് എന്നതിനൊന്നും ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ആര് തന്നെ ആയാലും നിങ്ങൾ വന്നിട്ട് ക്യൂ ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കാത്തു നിൽക്കുക, കാത്തുനിന്ന് ആ ക്യൂവിനൊപ്പം പോയിട്ട് വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ നിർവഹിക്കുന്നു. ഞാൻ എൻ്റെ വോട്ട് ഈ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങളുടേതാകട്ടെ എന്നടക്കം മോഹൻലാൽ ഇപ്പോൾ ഒരു അല്പനിമിഷവും കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ദൃശ്യങ്ങൾ നമുക്ക് ഇനിയും നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കാണാൻ കഴിയണം. അങ്ങനെ കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് ജനാധിപത്യം അതിന്റെ യഥാർത്ഥ രീതിയിൽ നടക്കുന്നുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേണമെങ്കിൽ ഒരു ദൃശ്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്യൂ നിൽക്കുന്നത് ആര്? ആ ക്യൂ നിൽക്കുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് സുകുമാരനാണ് അവിടെ വോട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഗംഭീര നടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ഇളവ് കൊടുക്കാം. പക്ഷേ ഒരാൾക്കും ഇളവുകളില്ല. ജനാധിപത്യത്തിൽ അങ്ങനെ ഇളവുകളൊന്നും ആർക്കും അനുവദിച്ചു കൊടുക്കുന്നില്ല. എല്ലാവരും വളരെ മാന്യമായിട്ട് ക്യൂ നിന്ന് വോട്ട് ചെയ്തു പോവുക എന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു മനുഷ്യൻ കൂടി എല്ലാവരും കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മോശമല്ലേ? ഭക്തി ആദരപൂർവ്വമാണ് ഇയാൾ ചേർത്ത അമ്പലത്തിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇദ്ദേഹം വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് വോട്ട് ചെയ്തത്. ആര്? നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞ് എനിക്ക് ആലോചിച്ചു പോയി, നമ്മളൊക്കെ എന്തിനാണ് ഈ വോട്ട് ചെയ്യുന്നത്? ഈ വോട്ടെന്ന് പറയുന്നത് വല്ല പൂജാതി കർമ്മങ്ങളൊന്നും അല്ല. ഭക്തി ആദരപൂർവ്വം വോട്ട് ചെയ്യാൻ നിങ്ങൾ കേട്ടു നോക്കിയത് എന്ത് പറയുന്നത്? എന്റെ ആദ്യത്തെ വോട്ട് വളരെ ഭക്തി ആദരപൂർവ്വം ചാർത്തി ഞാൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ. ഇവിടെ അങ്ങനെ ഗുരുവായൂരപ്പന്റെ മണ്ണില് ഞാനിതൊന്നും എന്താ പറയാ, ഇവരൊന്ന് തിരുത്തവേ മുടിയാതെ തമ്പി, തിരുത്തവേ മുടിയാതെ. അന്തമാതിരി പസങ്കള് ഉള്ള തമിഴൊക്കെ വെച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭക്തി ആദരപൂർവ്വമാണ് അത്ര വോട്ട് ചെയ്തത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഭക്തി ആദരപൂർവ്വം ചെയ്യേണ്ട സാധനമല്ല വോട്ട്. ഇത് നിങ്ങളുടെ മനസ്സിന് യോജിച്ച ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആശയത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഭക്തിക്കൊന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പിണറായി വിജയൻ സഖാവ് എന്താ പറയാൻ നോക്കണത്? നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് തടസ്സമായി വരത്തക്ക രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി ജനങ്ങൾ കാണുന്നത് ഭരണരംഗത്തിരിക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കൂട്ടർ തന്നെ പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറാകാതിരുന്ന. ഇവിടെ ഒരു ഭക്തി ആദരപൂർവ്വം സംഗത വർത്താനൊന്നുമില്ല. കൃത്യമായിട്ടും പറയാനുള്ളത് പറയുക. രാഷ്ട്രീയമാണ് പറയേണ്ടത്, അമ്പലത്തേക്കുള്ള വോട്ടൊന്നല്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യ സംവിധാനത്തിലെ വോട്ടാണ്. അവിടെ ഭക്തിക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് കൃത്യമായിട്ടും ഇദ്ദേഹത്തിന് അറിയാം. ഇനിയിപ്പോൾ ക്യൂ നിൽക്കുന്ന ഒന്ന് രണ്ട് പേരെ കൂടി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ട് കേട്ടോ. അത് നമ്മുടെ പാലക്കാട്ടുകാരിൽ NMR റസാഖാണ്. ഈ മനുഷ്യനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ജയിച്ചാൽ ഇദ്ദേഹത്തെ, ജയിച്ചില്ലെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് പോയി കാണണം എന്നുള്ളൊരു പേഴ്സണൽ ആഗ്രഹം എനിക്കുണ്ടായി. 100% പ്രതീക്ഷയിലാണ്. ഇപ്പൊ പാലക്കാട് മണ്ഡലത്തിൽ ഈ വോട്ട് എന്ന് പറയുന്ന വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ പടരുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തായിരിക്കും ഒരു വോട്ടർമാരുടെ ഇടയിലൊരു സ്വാധീനം? അതൊക്കെ വലിയ വിഷയങ്ങൾ ചർച്ചയാവോ? തീർച്ചയായിട്ടും ജനാധിപത്യ ധ്വംസനം വോട്ടർമാരെ അംഗീകരിക്കില്ലല്ലോ. കണ്ടില്ലേ എത്ര വൃത്തിയായിട്ടുള്ള ഭാഷയാണ് അല്ലെ? ജനാധിപത്യ ധ്വംസനം എന്ന രീതിയിലുള്ള വർത്തമാനം. ആടാ, നമ്മുടെ ഈ മനുഷ്യൻ വന്നിട്ടുണ്ട്, VD സതീശൻ. അദ്ദേഹത്തെ കൂടെ കേൾക്കണ്ടേ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ നേരത്തെ കഷ്ടിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നിരുന്നവരൊക്കെ അഭിപ്രായം മാറ്റിയല്ലോ. ഭയങ്കര
100-ലധികം വരുന്ന വീടുകൾ ആ വയനാട് ഇതുവരെ വെച്ചു കൊടുത്തിട്ടില്ല. എന്തിലൊക്കെ ആവട്ടെ, ആളുകൾ അങ്ങനെ പല രീതിയിലുണ്ടല്ലോ. നമുക്ക് ആരും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ സുഹൃത്തുക്കളെ, വോട്ട് ചെയ്യണം. ബൈ.